പ്രിയമുള്ളവരെ, ഇന്ന് വിഭൂതി തിരുനാളാണ്. മനുഷ്യൻ പൊടിയാകുന്നു, ചാരമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭസ്മം കുരിശാകൃതിയിൽ പൂശി നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉപവാസത്തിലേക്ക്, പ്രാർത്ഥനയിലേക്ക്, തിരിഞ്ഞു നോട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിഭൂതിയുടെ തിരുക്കർമ്മങ്ങളിലെ ഗാനം അത് പ്രതീകാത്മകമാണ്. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങിക്കൊള്ളുക. ഭസ്മം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യൻ, നീ പൊടിയാകുന്നു, നിന്നെ പൊടിയിൽ നിന്നാണ് സൃഷ്ടിച്ചത്, പൊടിയിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നതാണ്. കുരിശാകൃതിയിൽ ഈ ഭസ്മം വരയ്ക്കുമ്പോൾ അത് കുരിശിനെ കൂടി റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. കുരിശ് എന്ന് പറയുന്നത് രക്ഷയുടെ അടയാളമാണ്. നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നത്, നെറ്റിയിൽ മാത്രമല്ല കുരിശ് വരയ്ക്കേണ്ടത്, ആ ഹൃദയത്തിലും കൂടി കുരിശ് വരയ്ക്കാനായിട്ട് സാധിക്കണം. പലപ്പോഴും പുരോഹിതൻ വരച്ചു തരുന്ന ഈ കുരിശിൻ്റെ അടയാളം ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ വീട്ടിൽ വന്ന് അത് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത് സ്കൂളിൽ പോകുന്ന പതിവുണ്ടായിരുന്നു. ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ കുരിശുകൾ കർത്താവ് തമ്പുരാൻ ഭരമേൽപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഏൽപ്പിച്ചു തന്ന കുരിശിനെ അതിൻ്റെ നീളം കുറയ്ക്കാനും വീതി കുറയ്ക്കാനും നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് പരിശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഈ കുരിശ് വേണ്ട, പകരം ഇതിനേക്കാൾ ലഘുവായ വേറൊരു കുരിശ് മതി എന്നതാണ് നമ്മുടെ ആഗ്രഹം. മനുഷ്യനായ കർത്താവിന് ഈ ആഗ്രഹം ഉണ്ടായിരുന്നു. ഗെത്സമേൻ തോട്ടത്തിലെ പ്രാർത്ഥനയിൽ അവൻ പ്രാർത്ഥിക്കുന്ന കാര്യം, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ, കഴിയുമെങ്കിൽ ഈ കുരിശ് മാറിപ്പോകട്ടെ. അവൻ്റെ മനുഷ്യത്വം അങ്ങനെ ആഗ്രഹിച്ചെങ്കിലും അതിൻ്റെ പിന്നാലെ ആ ദൈവത്വം പറയുന്ന കാര്യം, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. വിഭൂതി തിരുനാളിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. ഒന്ന്, നമ്മൾ മണ്ണിൽ നിന്നെടുക്കപ്പെട്ടവരാണ്, മണ്ണിലേക്ക് മടങ്ങും. ഈ ലോകത്തിലെ ഹ്രസ്വ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി നന്മ ചെയ്തുകൊണ്ട് മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചുമലിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന കുരിശുകളെ കുറിച്ചാണ്. ആ കുരിശ് എനിക്ക് മാത്രമുള്ളതാണ്. ആ കുരിശാണ് എൻ്റെ രക്ഷയുടെ അടയാളം. ദൈവം അനുഗ്രഹിക്കട്ടെ.